പുതിയ പരിശീലകനെത്തുന്നു. സ്വീഡിഷ്കാരനായ മൈക്കൽ സ്റ്റാറെ മുഖ്യ പരിശീലകനായി ഉടൻ ചുമതലയേൽക്കും. 48കാരനായ സ്റ്റാറെ 2026 വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. 2 ദശാബ്ദത്തിലേറെ നീണ്ട പരിശീലന പരിചയമുള്ള മൈക്കൽ സ്റ്റാറെ പ്രമുഖ ഫുട്ബോൾ ലീഗുകളിൽ പരിശീലകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഫുട്ബോൾ തന്ത്രങ്ങൾ മെനയുന്നതിലും നേതൃത്വ ഗുണങ്ങളാലും പേരെടുത്ത പരിശീലകനാണ്. സ്വീഡിഷ് ക്ലബ്ബായ വാസ്ബി യുണൈറ്റഡ്സിലൂടെ പരിശീലക കുപ്പായം അണിഞ്ഞ സ്റ്റാറെ 2009 സ്വീഡിഷ് ക്ലബ്ബായ AIKയുടെ മുഖ്യ പരിശീലകനായി. AIKയ്ക്ക് സ്വീഡിഷ് ലീഗായ ഓൾസെൻസ്ക്യാൻ കിരീടം സമ്മാനിക്കാനും കപ്പ് മത്സരങ്ങളായ സെൻസ്ക കപ്പൻ, സൂപ്പർ കൂപ്പൻ എന്നിവ നേടാനും അദ്ദേഹത്തിന് സാധിച്ചു. IF ഗോട്ടബർഗിനൊപ്പം സെൻസ്ക കപ്പൻ നേടിയതും അദ്ദേഹത്തിന്റെ കരിയറിലെ സുപ്രധാന നേട്ടങ്ങളാണ്. 400ഓളം മത്സര സമ്പത്തുള്ള സ്റ്റാറെ സ്വീഡൻ, ചൈന, നോർവേ, അമേരിക്ക, തായ്ലൻഡ് എന്നിവിടങ്ങളിലായി AIK പാനിയോണിയസ്, IF ഗോട്ടബർഗ്, ഡാലിയൻ യിഫാങ്, BK ഹാക്കൻ, സാൻ ജോസ് എർത്ത്ക്വേക്സ്, സാബ്സ്ബർഗ് 08 തുടങ്ങിയ പ്രമുഖ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. തായ് ലീഗിലെ ഉത്തയ് താനിയെയാണ് മൈക്കൽ സ്റ്റാറെ അവസാനമായി പരിശീലിപ്പിച്ചത്. ചലനാത്മക പരിശീലന ശൈലിയും യുവപ്രതിഭകളെ വാർത്തെടുക്കാനുമുള്ള കഴിവും അദ്ദേഹത്തിന്റെ കരിയറിലുടനീളം പ്രകടമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മൈക്കൽ സ്റ്റാറെ പ്രതികരിച്ചു. ഏഷ്യയിൽ കോച്ചിംഗ് കരിയർ തുടരാനും ഈ മനോഹരമായ ഭൂഖണ്ഡത്തിലെ തന്റെ 3ാമത്തെ രാജ്യത്തിൽ എത്തിച്ചേരാനും സാധിച്ചതിൽ അഭിമാനിക്കുന്നു. ഇന്ത്യയിലെത്തി എല്ലാവരെയും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തൊരുമിച്ച് ചില മഹത്തായ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും സ്റ്റാറെ പ്രസ്താവിച്ചു. അപാരമായ അനുഭവ സമ്പത്തും ശക്തമായ നേതൃത്വ ഗുണവുമുള്ള പുതിയ കോച്ചിനെ ലഭിച്ചതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് സ്കിൻകിസ് സന്തുഷ്ടനാണ്. ഒരുപാട് ആകാംക്ഷയും പ്രചോദനവും നിറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങളുടെ പരിശീലകനിൽ ഞങ്ങൾ തിരയുന്ന എല്ലാ ഗുണങ്ങളും ഉള്ള ഒരാൾ. അദ്ദേഹത്തിനൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായും ഡയറക്ടർ പറഞ്ഞു. 1990, 2005 കാലഘട്ടത്തിൽ ഗ്രോട്ടൺസ്, ഹാമർബി, AIK എന്നീ ക്ലബ്ബുകളിലൂടെ യൂത്ത് ടീമിനെയും സ്റ്റാറെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ 2004 AIK അണ്ടർ-19 ടീമിനെ ദേശീയ കിരീടത്തിലേക്ക് നയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. പ്രീ സീസണിന്റെ തുടക്കത്തിൽ തന്നെ മൈക്കൽ സ്റ്റാറെ ടീമിനൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ISL ചരിത്രത്തിലെ ആദ്യ സ്വീഡിഷ് പരിശീലകൻ കൂടിയാണ് മൈക്കൽ സ്റ്റാറെ. സ്റ്റാറയുടെ നേതൃത്വത്തിൽ വരും സീസണുകളിൽ ടീമിന് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. 2023-24 സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെമി കാണാതെ പുറത്തായി ഒരാഴ്ചയ്ക്കുള്ളിലാണ് മുഖ്യ പരിശീലകനുമായി വേർപിരിഞ്ഞുകൊണ്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയത്. പരസ്പര ധാരണയോടെയാണ് ഇവാനുമായി വേർപിരിഞ്ഞതെന്നാണ് ക്ലബ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത 2021-22 സീസണിൽ ടീമിനെ ISL ഫൈനലിൽ എത്തിച്ച ഇവാൻ വുക്കോമാനോവിച്ച് പിന്നീടുള്ള 2 സീസണുകളിലും ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ചു. 2022-23 സീസണിലും 2024 സീസണിലും പ്ലേ ഓഫ് എലിമിനേറ്ററിൽ തോറ്റതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാരേക്കാൾ ആരാധകരുണ്ടായിരുന്നു പരിശീലകൻ കൂടിയായ ഇവാന്. ക്ലബിനെ തുടർച്ചയായ 3 സീസണുകളിൽ പരിശീലിപ്പിക്കുന്ന ഏക പരിശീലകനും ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിക്കൊടുത്ത പരിശീലകനും അദ്ദേഹമാണ്. 2023-24 സീസണിന്റെ ആദ്യ പകുതിയിൽ ടീം ഉജ്ജ്വല ഫോമിലായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് 2ാം പകുതിയിൽ ദയനീയ ഫോമിലേക്ക് വീഴുകയുമായിരുന്നു. പ്രധാന താരങ്ങളിൽ പലരും പരിക്കേറ്റ് പുറത്തായതാണ് മഞ്ഞപ്പടയ്ക്ക് തിരിച്ചടിയായത്. 2024 ടീമിന്റെ പ്രകടനങ്ങൾ ദയനീയമായതോടെ ഇവാനെതിരെ വിമർശനങ്ങൾ ശക്തമായിരുന്നു. എങ്കിലും അടുത്ത സീസണിലും അദ്ദേഹം ക്ലബിനൊപ്പം ഉണ്ടാകുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ISL സീസൺ പൂർത്തിയാകും മുമ്പ് തന്നെ ഇവാൻ ക്ലബ്ബ് വിടുന്ന വാർത്ത ആരാധകരെ തേടിയെത്തി. ക്ലബ്ബും ഇവാൻ വുക്കോമാനോവിച്ചും തമ്മിൽ പിരിയുന്നതിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് സ്കിൻകിസ് പറയുന്നത് ഇങ്ങനെ: ടീമിന്റെ വളർച്ചയ്ക്കായി കഴിഞ്ഞ 3 വർഷം ഇവാൻ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഇക്കാലയളവിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇവാൻ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നായിരുന്നു.